NSSന്റെ നിലപാട് ഇപ്പോൾ BJP സാമ്പത്തിക സംവരണത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടിനെ NSS വളരെയധികം സ്വാഗതം ചെയ്തു. NSSന്റെ പിന്തുണ UDF-നുണ്ടാകും. NSS ഒരിക്കലും UDF വിരുദ്ധ സമീപനം സ്വീകരിക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതായത് ഇക്കാര്യത്തിൽ NSS എടുത്ത നയത്തിൽ പലതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. എന്നാൽ വിയോജിപ്പുകൾ മുമ്പുണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏത് സമുദായത്തിനും സ്വന്തമായിട്ട് നിലപാടെടുക്കാം, അതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. SNDP യോഗത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ വെള്ളാപ്പള്ളിനെ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹം വിശ്വാസികളോടൊപ്പമാണോ? ആണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ സ്വീകരിച്ച നയമാണ് ശരി എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്, എന്നാൽ ഞങ്ങൾ പിണറായിൻ്റെ കൂടെയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിച്ചല്ലോ. അതെ, അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ എന്തൊക്കെയാണ് വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞതെന്നുള്ള അദ്ദേഹം ഒന്നും ഓർക്കുന്നതല്ല. അന്ന് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ, അതുകൊണ്ട് ഇത് സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്, അന്ന് രാജൻ ബാബു വിഭാഗം ഞങ്ങളുടെ കൂടിയായിരുന്നു, JSS. അത് SNDPയുടെ വക്കീൽ കൂടിയായിരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ഒരു കേസിന് വേണ്ടി ഹൈക്കോടതിയിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ടും വക്കീൽ കൂടെ പോയില്ലേ? അങ്ങനെ രാജൻ ബാബു കൂടെ പോയതിന് അന്ന് ഈ CPM-കാർ നടത്തിയ പ്രചരണം ഉമ്മൻചാണ്ടിക്ക് BJP-യുമായി ഒരു പാലമുണ്ടാക്കാൻ രാജൻ ബാബുവിനെ വെള്ളാപ്പള്ളീൻ്റെ കൂടെ വിട്ടു എന്നാണ് പറഞ്ഞു. ശിവഗിരി ചടങ്ങിൽ പോലും വെള്ളാപ്പള്ളീനെ കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ മന്ത്രിമാർ പ്രസംഗിച്ചിരുന്നത്. ഇപ്പം ശബരിമല വന്നപ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ നവോത്ഥാന നായകനാക്കി മാറ്റിയത്. ഇത് നാളെ എപ്പോൾ വേണമെങ്കിലും മാറാം. ഈ സർക്കാരിനെതിരായിട്ട് നിലപാട് അനുകൂലിക്കുന്നവർക്കൊക്കെ സഹായം. രാഷ്ട്രീയ നിലപാടുകൾ കാലാകാലങ്ങളിൽ മാറിയും തിരിഞ്ഞും വരാമല്ലോ. അല്ല, സമുദായത്തിന് തീരുമാനം എടുത്തോട്ടെ, ഞങ്ങളതിന് ഇത് പറയുന്നില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശനെ വീട്ടിൽ പോയി കണ്ടതിന് ഞങ്ങൾ പറയുന്നത് എന്താ പറഞ്ഞാൽ, ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഞങ്ങളെ സഹായിച്ച കാലത്ത് അദ്ദേഹത്തിന് ഇല്ലാത്ത ദോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾക്കെതിരായുള്ള സ്റ്റാൻഡ് അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹം മാന്യനായി. ഞങ്ങൾക്ക് അതിനോടാണ് വിയോജിപ്പ്. ഞങ്ങളിപ്പോൾ SNDP ഒരു തീരുമാനം എടുത്താലും NSS തീരുമാനം എടുത്താലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയും. പക്ഷേ അവരെ ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് വിമർശിക്കില്ല.